ഹലോ. ആ വീട്ടിലാ? അല്ലല്ല, പറഞ്ഞോളി. വീട്ടിലായിരിക്കൂലേ? ഞാൻ വീട്ടിലല്ല, നിങ്ങൾ പറഞ്ഞോളി. പുറത്താ, ഹോട്ടലില. അപ്പൊ ഇന്ന് 12 ആയതുകൊണ്ട് 10-15 ദിവസത്തെ ഗ്യാപ്പാണ് എനിക്ക് ബാക്കിയുള്ളത്. അപ്പൊ ഏതായാലും ഒരു 4 ദിവസം പൊതുവെ എനിക്കൊരു ഇതിലൊന്ന് ഫ്രീഡം ആവേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ മുന്നേ ഏകദേശം ഒരു കൺഫേം ആക്കി വെക്കണം നമുക്ക്. നിങ്ങളാണ് തയ്യാറെടുപ്പ് നടത്തേണ്ടത്. ഞാൻ റെഡിയാണ്. നിങ്ങൾ പറഞ്ഞ വെല്ലുവിളി ഏറ്റെടുത്തത് തെളിയിക്കാൻ ഞാൻ തയ്യാറാണ്. ബാക്കി സംവിധാനങ്ങളൊക്കെ ഒരുക്കാന്നല്ല നിങ്ങൾ പറഞ്ഞ. അപ്പൊ നമ്മള് മുൻകൂട്ടി തീരുമാനത്തിലെത്തേണ്ട സംഗതികളാണ് ഞാൻ സൂചിപ്പിച്ചിരുന്നത്. എന്ത് ധാരണയിലെത്തണല്ലോ ആദ്യം. ധാരണ എന്താ പറഞ്ഞോളി. ധാരണ എന്താ വെച്ച് കഴിഞ്ഞാല്, ഒന്ന് അള്ളാന്റെ നിയമത്തിൽ നിങ്ങൾ എന്തെങ്കിലും പോരായ്മ കാണിച്ചു തരിക. അല്ലെങ്കിൽ നിങ്ങൾ അള്ളാന്റെ അറിവിൽ എന്തെങ്കിലും പോരായ്മ കാണിച്ചു തരിക. അറിവ് പറ്റൂല നിങ്ങൾ ആദ്യം പറഞ്ഞു. ഇല്ലല്ല, പറയില്ല. നിയമം തന്നെ മതി. എന്തിനാ അതെ, അത് എയില് പിടിച്ചാലും മതി. നിങ്ങൾ ഇതൊക്കെ നിങ്ങളെ ചോയ്സാണ്, നിങ്ങളുടെ ചാൻസ് ഉള്ള കാര്യങ്ങളെ പറയുന്നത്. അത് നമ്മള് ധാരണ ആയതാണല്ലോ. എന്താ ന്യൂനത ഞാൻ കാണിച്ചു തരാം. അതെ, ന്യൂനതയല്ല, മഹാബദ്ധവും നമുക്ക് മനുഷ്യന്മാർക്ക് അംഗീകരിക്കാൻ പറ്റാത്തതൊക്കെ ഉണ്ട്. അതേപോലെ അള്ളാന്റെ നിർമ്മാണത്തിൽ നിങ്ങൾ പോരായ്മ കാണിക്കുക. നിങ്ങൾക്ക് ഞാൻ ഒരു നിയമത്തിൽ ന്യൂനത കാണിച്ചെന്നാ പോരെ നിങ്ങൾക്ക്? ഞാൻ പറയുന്നത് ലേഖസായം പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാല്, കഴിഞ്ഞ പ്രാവശ്യം സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ പറയുന്നത് ഒന്നുകൂടി വ്യക്തത വരുത്തട്ടെ. അതായത് അള്ളാഹുവിന്റെ അറിവിൽ നിന്ന് വന്നതാണ് ഖുർആൻ. ആയതുകൊണ്ട് തന്നെ അതിൽ ഒരു പിഴവുകളും ന്യൂനതകളും ഉണ്ടാവില്ല. അതിൽ എന്തെങ്കിലും ഒരു ന്യൂനത കാണിച്ചു തന്നാല് 5 ലക്ഷം റുപ്യ. അതല്ലേ വെല്ലുവിളി? ഇനി അതിൽ വരുന്ന വ്യത്യാസം എന്താ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളി. അള്ളാന്റെ തീരുമാനങ്ങളിൽ നിങ്ങൾ അംഗീകരിക്കൂല. കാരണം ഞാൻ നിങ്ങളൊരു ആദർശത്തിലല്ല നിൽക്കുന്നത്. അതേ സ്ഥാനത്ത് രണ്ടാളും ഒരു ആദർശപരമായ അടിസ്ഥാനത്തിലാണ് നിൽക്കുന്ന വെച്ചെങ്കിൽ ഒരു വിഷയം അള്ളാഹുത്തിൽ അവതരിപ്പിച്ചതിന്റെ പിന്നിൽ അതിന്റെ ആയത്ത് ഓതി കൊടുത്ത് അതോടുകൂടിയിട്ട് രണ്ടാൾക്കും അത് ഉൾക്കൊള്ളാൻ കഴിയും. ആ സ്ഥാനത്ത് ഞങ്ങൾ ആ മുമ്പിൽ ആയത്ത് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആദർശമില്ലാത്തതിന്റെ മുകളിൽ നിങ്ങൾ മറിച്ച് ആ റൂട്ട് മാറ്റിക്കൊണ്ടുപോകും. അത് ഉറപ്പുള്ള കാര്യമാണ്. വേണമെങ്കിൽ ഞാൻ സംശയം തീർത്തു തരാം. ഇതാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതായത് ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ചിട്ടുള്ള അപരാധങ്ങൾ സമൂഹത്തിൽ സ്പ്രെഡ് ചെയ്തപ്പോ അതിന്റെ തീരുമാനങ്ങൾ അല്ലാഹു തആല പറയുന്നുണ്ട്. അത് അങ്ങനെയല്ലായിരുന്നു, അത് ഇങ്ങനെയാണെന്നുള്ളത്. അതോടുകൂടി മുസ്ലിങ്ങളെ സംബന്ധിച്ച് അതിൽ അഭിപ്രായക്കേട് തീർന്ന്. അതേ സ്ഥാനത്ത് നിങ്ങൾ അതിൽ കടിച്ചു പിടിച്ച് തൂങ്ങി പോവുക ചെയ്യുക. ഒരു ഉദാഹരണമായിട്ടാ പറയണത്, കണ്ടോ? അപ്പൊ തീരുമാനത്തിന്റെ മുന്നിൽ ആദർശപരമായിട്ട് യോജിപ്പില്ലാത്തടത്തോളം കാലം എന്താ നിങ്ങള് പ്രശ്നം പറയും? ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോളി. അത് ഇല്ല, ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്തിലേക്കാണ് ഈ പറഞ്ഞു വരുന്നത്? എന്താണ് നിങ്ങളെ പോയിന്റ്? അതെ, അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. അതേ പറഞ്ഞു, നോട്ട് ചെയ്തോളി വേണമെങ്കിൽ. നിങ്ങൾക്കെല്ലാം തിരിന്നുള്ള അടിസ്ഥാനത്തില് നിങ്ങൾ സംസാരിക്കാൻ മുതിരുമ്പോഴാ പ്രശ്നം. ഞാൻ ഒന്നുകൂടെ പറയാം. ഞാൻ തീരെ വിളിച്ചക്കുറവുള്ള ആളല്ല. നിങ്ങൾ കാര്യങ്ങൾ പറയുമ്പോ തന്നെ നിങ്ങൾ ഏകദേശം വാല് പൊക്കുമ്പോ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇല്ല, നിങ്ങൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ സമർപ്പിച്ച് തരുന്നത്. അതുകൊണ്ടാണ് ലേഖസായി വാല് പൊക്കുമ്പോ തന്നെ മനസ്സിലാവുന്നുണ്ട്. അല്ല, നിങ്ങൾക്ക് അത് അറിവുണ്ട് എന്നുള്ള ധാരണ കൊണ്ടാണ് ഞാൻ ഇത് വ്യക്തമാക്കുന്നത്. പിന്നെ ആ സ്പോട്ടിൽ വെച്ചിട്ട് ബുദ്ധിമുട്ട് വരരുതെന്നുള്ളതൊക്കെ എത്ര വ്യക്തമാക്കി പറയുന്നത്. എന്താണ് നിങ്ങളെ പോയിന്റ്? അത് പറയും. ശ്രദ്ധിച്ചോളി, ഒന്നുകൂടി കേട്ടോളി. ഒന്ന് അത്രയും വ്യക്തമാക്കി പറഞ്ഞത് കൊണ്ടാണ്. ഒന്ന്, അള്ളാന്റെ മുസവ്വിർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈനർ എന്നുള്ള ഡിസൈനിങ്ങിൽ എവിടെയെങ്കിലും പോരായ്മങ്ങൾക്ക് കാണിച്ചുതരാം. 2 കേട്ടോളി, അള്ളാന്റെ അറിവിൽ എന്തേ പോരായ്മ ഉണ്ടെങ്കിൽ കാണിച്ചുതരാം. നിർമ്മാണത്തിൽ എന്തേ പോരായ്മ ഉണ്ടെങ്കിൽ കാണിച്ചുതരാം. ദീനിൽ എന്തേ പോരായ്മ ഉണ്ടെങ്കിൽ കാണിച്ചുതരാം. അത് ഞാൻ ഉൾക്കൊള്ളും. അത് ഡയറക്റ്റ് ആയിട്ടുള്ള വിഷയമായിട്ട് എല്ലാവർക്കും മനസ്സിലാക്കിയെടുക്കാം. ഈ അറിവിലൂടെ വന്ന നിയമത്തിലാണ് ഞാൻ പറഞ്ഞത്, ഇസ്ലാമിന്റെ നിയമത്തിൽ. ഞാൻ മുമ്പ് സംസാരിച്ചപ്പോ പറഞ്ഞു അള്ളാന്റെ അറിവിൽ പോരായ്മ. ഒരു ബുദ്ധിമുട്ടില്ല, ഞാൻ അനങ്ങൂല. ഒരു വാക്ക് മാറ്റ് പിൻവലിയ ഇത്തരം പ്രവണത ഒന്നും എന്റെ അടുത്ത് ഉണ്ടാവില്ല. പിന്നെ എന്താ പ്രശ്നം എന്ന് പറയും? നിങ്ങൾ ഖുർആനൊന്ന് കാണിച്ചു തന്നാൽ ഞാൻ അംഗീകരിക്കൂല. സ്വാഭാവികം. ഈ കാര്യങ്ങൾ മനസ്സിൽ വേണം, ഇല്ലെങ്കിൽ ഇത് ഡിസോർഡർ ആയി പോകും. അല്ല, അതൊക്കെ ഞാൻ എന്റെ മനസ്സിലാക്കൽ നിങ്ങളെ മനസ്സിലാക്കലും തമ്മിലുള്ള വ്യത്യാസം കൊണ്ടാണ് നമ്മൾ സംസാരിക്കേണ്ടി വരുന്നത്. ഈ ഇടനിലക്കാരന് ഈ കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം. നിങ്ങൾ ഇടനിലക്കാരന് നിങ്ങൾ കൊടുക്കുന്നോളി, കുഴപ്പമില്ല. അല്ല, ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഞാൻ നിങ്ങൾ കൊണ്ടുവന്നാൽ എനിക്ക് വിരോധമില്ല എന്ന് ഞാൻ പറഞ്ഞല്ല നിങ്ങളോട്. ഇതൊക്കെ ആളുകൾ എന്താ അറിയോ,
എന്താ പറയാ, ഈ ഇടനിലക്കാരനെ എന്ത് ബോധ്യപ്പെടുത്തി കൊടുക്കണം? ഇപ്പൊ ഒരു നിയമം, ഇപ്പൊ ഒരു അതാണ് പറയുന്നത്, അതാണ് പറഞ്ഞത്. ഞാൻ അത് ചോദിക്കട്ടെ, ശ്രദ്ധിക്കുങ്ങള്, അതുകൊണ്ടാണ് ഞാൻ പറയണേ. നിങ്ങൾ അവിടെ നിക്കേ, ഞാൻ ചോദിക്കാം. അപ്പം ഒരു പ്രശ്നം ഞാൻ ഖുർആനിൽ നിന്ന് എടുത്ത് കാണിച്ചു, അപ്പൊ അത് അള്ളാഹു അംഗീകരിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് അതിലൊരു കുഴപ്പമില്ല എന്നാണ് നിങ്ങളെ വാദമെങ്കിൽ ഈ ഇടനിലക്കാരൻ എന്താ ചെയ്യണ്ടേ? അതുകൊണ്ടാ പറയുന്നത്. അതായത് ഞാനും നിങ്ങളൊരു ആദർശത്തിൽ നിൽക്കുന്ന ആളാണ്, ഈ കുഴപ്പമില്ല. ഡിബേറ്റ് നടക്കുന്ന രണ്ട് മുസ്ലിംസ് അല്ല. ഓക്കെ, അപ്പൊ ഓന്റെ മുന്നിൽ ആയത്തിട്ട് കൊടുത്ത അതോടുകൂടി തീർന്നു. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആയത്തിട്ടിട്ട് നിങ്ങളെ മുമ്പ് കാര്യമില്ല. അതുകൊണ്ട് ആ വിഷയം എടുത്ത് കൊട്ടും, നിങ്ങൾ മുന്നിൽ എടുത്ത് കൊട്ടും. സംഭവം മനസ്സിലായോ? പക്ഷെ നിങ്ങൾക്ക് ആ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്യാൻ അവകാശപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയാന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങളോട്. എന്താണ് ഇതിനപ്പൊ ഈ ബോർഡറിന്റെ പുറത്ത് നിങ്ങൾ ചാടാൻ പാടില്ല. അത് ഞാൻ എവിടൊക്കെ ചാടണം എന്നുള്ളത്, ഇസ്ലാമിന് അങ്ങനെ ബോർഡർ ഒന്നും ഇല്ലല്ലോ. അതായത് മനുഷ്യരെ സംസ്കാര ശൂന്യരാക്കി മാറ്റിക്കഴിഞ്ഞാൽ തീർത്തും ഒരു ഭരണാധികാരികൾക്ക് പോലും അവരെ കവർ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് സമൂഹം പോകും. ഞാൻ നിങ്ങൾക്ക് വിഷയം കൂടി പറഞ്ഞുതരാം. എല്ലാ മനുഷ്യർക്കും, അതായത് ഒരു പ്രദേശത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ ഒരു ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യർക്കും തുല്യമായ അന്തസ്സും അവകാശവും ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് ലോകം അംഗീകരിക്കുന്ന പൊതുമാനവികത. അതിന് വിരുദ്ധമായിട്ടുള്ള പല നിയമങ്ങൾ ഖുർആനിലുണ്ട്. ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. അപ്പൊ നിങ്ങള് വിശ്വാസത്തിന്റെ പേരില് വേർതിരിവ് കാണിച്ച ഖുർആൻ വചനം വിളിച്ചിട്ട് ഇത് അള്ളാന്റെ നിയമമാണ് കാര്യമില്ല. ബാംഗ്ലൂരിലെ കസ്റ്റമർ 4 ആള് വന്നു. ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. ഒരു 5 മിനിറ്റ് സമയം തന്നൂടെ? എങ്ങനെ? നിങ്ങൾക്ക് 5 മിനിറ്റ് സമയമൊക്കെ തരാം, അതൊന്നും കുഴപ്പമില്ല. 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന കാര്യമില്ല. നിങ്ങൾ ടൈം എന്നുള്ളത് പറയാ, നിയമം ഞാനവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യും. ഹലോ, This call is now being recorded. ഇനി പറയും. Call recording has now ended. ഹലോ, നിങ്ങളെ റെക്കോർഡ് എന്തായാലോ? റെക്കോർഡ് ചെയ്തോളി. മാറിയിട്ടതാ. This call is now being recorded. കസ്റ്റമർ വന്ന് നിങ്ങളെ വിളിച്ചിട്ട് കിട്ടാ, പിന്നെ 10 മിനിറ്റ് വിളിക്കാറുണ്ട്, വിളിക്കാത്തോണ്ടാണ് പിന്നെ അങ്ങോട്ടൊന്ന് വിളിച്ചത്. 3-4 ഏർപ്പാട്. ഞാനിപ്പോ നിങ്ങളെ തിരക്കനുസരിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടാക്കണ്ടെന്ന നിലയ്ക്ക് മിസ് അടിച്ചിടലാണ്. ഒഴിവുണ്ടാകാൻ വിളിക്കട്ടെ. പക്ഷെ നിങ്ങൾ വിളിക്കുന്ന മിക്കവാറും സമയങ്ങളിൽ ഞാൻ ലോക്കായി പോകുന്ന സമയമായതുകൊണ്ട് ഇടങ്ങാറ, വേറൊന്നുമില്ല. ഞാനൊരു 8-9 ആള് ചെയ്യേണ്ട പണി ഒരുമിച്ച് ചെയ്യുന്ന ആളാണ്. അങ്ങനെയൊക്കെ തന്നെ ഇടങ്ങാറ്. അപ്പൊ ഇങ്ങനെ ആക്ഷേപിക്കുന്നവർക്കേ യൂട്യൂബ് വരുമാനം കൊണ്ട് ജീവിക്കാണ്, ഇസ്ലാമിനെ ഒറ്റ കൊടുത്ത് കിട്ടുന്ന കാശ് കൊണ്ട്, സംഖ്യകൾ കൊടുക്കുന്ന പൈസ കൊണ്ട് ജീവിക്കുകയാണെന്നൊക്കെ പരദൂഷണം പറയാം. നമ്മള് കുട്ടികൾക്ക് അറിവ് അങ്ങനെയല്ല, നമ്മൾ നല്ലോണം കഷ്ടപ്പെടണം. നിങ്ങൾക്ക് എന്നാലും സമയം കിട്ടുന്നുണ്ട് ഞാൻ നോക്കുമ്പോ. കാരണം നിങ്ങള് ഞാൻ എന്റെ പല പണികളുടെ ഇടയിലാണ് സംസാരിക്കാം. എന്തായാലും നിങ്ങൾ പറയും. ഏതായാലും കാര്യങ്ങളും വൃത്തിയായി നടക്കട്ടെ. അപ്പൊ നമ്മൾ പറഞ്ഞ വിഷയത്തില് ഈ നിങ്ങളും ഞാനായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വിഷയം ആയതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അതിന്റെ സ്ഥാനത്ത് ഒരു മുസ്ലിമാണ് ഇതിന്റെ ഓപ്പോസിറ്റ് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഉൾപ്പെടുത്താം. അപ്പൊ ആ വിഷയങ്ങൾ ഒരു മുസ്ലിം ആണെങ്കിൽ പിന്നെ ഇങ്ങനെ ഒരു ഡിബേറ്റിന് സാധ്യത ഇല്ലല്ലോ. ഇല്ല. അപ്പൊ നിങ്ങൾ ടച്ച് ചെയ്ത് നിങ്ങൾക്ക് അവിടെ തട്ടിമാറ്റാൻ പറ്റുന്ന പല കാര്യങ്ങൾ ഇതിൽ തന്നെ വരുന്നുണ്ട്. അത് നിങ്ങൾ ഉൾക്കൊള്ളൂല. നിങ്ങളത് ഖുർആൻ ആയത്ത് വെച്ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ ഉൾക്കൊള്ളൂല, നിങ്ങൾ റിജക്ട് ചെയ്യും. ഒരു തെറ്റായ ഒരു കാര്യം ഖുർആനിൽ അനുവദിച്ചു എന്നതുകൊണ്ട് അത് ശരിയാണെന്ന് നമുക്ക് വാദിക്കാൻ പറ്റില്ല. അതാണ് ഇപ്പൊ നമ്മളെ തമ്മിൽ അഭിപ്രായ വ്യത്യാസം. അതെ, അള്ളാന്റെ നിയമത്തില്, അതായത് തീരുമാനത്തില് പിന്നുള്ള രഹസ്യം വ്യക്തമാക്കി തരണമെങ്കിൽ പിന്നെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ എനിക്കൊരു മണിക്കൂറിന്റെ സമയം പോവല്ലോ. അങ്ങനെ വരുമല്ലോ സ്വാഭാവികമായിട്ടും. ഒന്നുകൂടെ ഒരു തിന്മയെ നമ്മൾ 2 മണിക്കൂർ എടുത്താലും ഇപ്പൊ നമ്മൾ എപ്പോഴും പറയാറുള്ള, നമ്മൾ ഈ ചർച്ചക്ക് എടുക്കാത്ത സാധനം ആയതുകൊണ്ട് പറയാ, അടിമത്തം ഏത് തരത്തിൽ ന്യായീകരിച്ചാലും അത് അതിൽ നന്മ കണ്ടെത്താൻ കഴിയൂലല്ലോ. മനസ്സിലായോ? അപ്പൊ അതേ സമയത്ത് അടിമത്തം അനുവദിച്ചു കൊടുത്ത മത നിയമം തിന്മയാണ്, തെറ്റാണ്. ഒരു സംഗതിയില് അങ്ങനെ വരുമ്പോ എങ്ങനെയാ, അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം ഇപ്പൊ ഭൗതികമായ ജീവിതവുമായി ബന്ധപ്പെടുത്തിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഭൗതിക നിയമങ്ങളെ ആസ്പദമാക്കിയിട്ടും ഭൗതിക മൂല്യങ്ങൾ ആസ്പദമാക്കിയിട്ടാണ്. ഇപ്പൊ മനുഷ്യാവകാശമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ മനുഷ്യാവകാശ പ്രഖ്യാപന രേഖയാണ് അതിന്റെ അടിയാധാരം എന്ന് പറയുന്നത്. മീൻസ് ലിഖിതമായിട്ട് മനുഷ്യർ ഏകീകരിച്ച് എല്ലാവരും തത്വത്തിൽ അംഗീകരിക്കുന്ന, ഓൾമോസ്റ്റ് ഇസ്ലാമിക രാജ്യങ്ങൾ പോലും കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണെങ്കിലും പിന്നീട് പകുതി അംഗീകരിച്ചിട്ടുള്ള ഒരു രേഖ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അതിന്റെ വിശദീകരണങ്ങളാണ് സ്റ്റേറ്റുകൾ ഉണ്ടാക്കുന്ന നിയമങ്ങളൊക്കെ. അപ്പൊ അതിലൊക്കെ മനുഷ്യാവകാശം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്, ഓരോ വ്യക്തിയുടെ അവകാശം.
ഇന്നൊരു ചെറിയ വ്യത്യാസം ഞാൻ ഓർമ്മ കൊടുത്തു. അതായത് ഒരു ഭാഗം അള്ളാനെ മനസ്സിലാക്കാതെ അല്ലാതെ അള്ളാനെ അംഗീകരിക്കാതെ അനുസരിക്കാതെ ജീവിക്കുന്ന ഒരാളുകളെ സംബന്ധിച്ചിടത്തോളം മൈനസ് ആയി തോന്നുന്ന സംഗതി അനുസരിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് ഒരു പ്ലസ് ആയിട്ടുള്ള ഒരു ചാൻസ് അവിടെ വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങളെ സംസാരത്തിൽ തന്നെ ഒരു ഇലുമുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അടുത്തുനിന്ന് വന്ന ഒരു വിഷയം ഞാൻ ഉണർത്തി തരാം, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നിങ്ങളൊരു സംസാരത്തിൽ പറയുന്നുണ്ട് സ്ത്രീകൾ അടിമകളായിട്ടാണ് പുരുഷന്മാരുടെ മുന്നിൽ നിലനിൽക്കുന്നത് എന്നുള്ള രീതിയിൽ അടിമകളല്ല. അപ്പൊ അതിന് നിങ്ങൾ ഉദാഹരണം പറഞ്ഞത് ഒരു സുന്നത്തായ ഒരു നോൽമ്പ് എടുക്കണമെങ്കിൽ തന്നെ ഭർത്താവിനോട് കെഞ്ചി സമ്മതം കിട്ടിയിട്ട് വേണം. അപ്പൊ എത്രത്തോളം പ്രയാസത്തിലാണ് അവരെ ലൈഫ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നത്. ഇതൊരു ദീനില്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം തീർത്തും 100% പറഞ്ഞത് ശരിയാണ്. ഞാനതിന് മറിച്ചൊന്നും എതിർപ്പ് പറയുന്നില്ല. പക്ഷെ ദീന്റെ കാഴ്ചയിൽ കൂടെ നോക്കുമ്പോൾ 100% അഥവാ ഒരു ഭർത്താവിനോട് സമ്മതം ചോദിക്കുന്നതിൽ കൂടെ ഫർളിനെ അവിടെ പൂർത്തിയാക്കുകയാണ്. ഇതോട് കൂടിയിട്ട് ആ ഒരു സുന്നത്തായ നോൽബ് എടുക്കാതെ ആ സ്ത്രീനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രതിഫലം ഓൾറെഡി അപ്പം തന്നെ എഴുതപ്പെട്ട്. ഒന്ന്, എത്ര നോൽബ് ആണെങ്കിലും ഭർത്താവിന് ചോദിക്കുന്ന സമയത്ത് വേണ്ടാന്ന് പറഞ്ഞ കേൾക്കണമെങ്കിൽ ചിരിച്ചിട്ട് കാര്യമില്ല. നിയമങ്ങൾ പറയുമ്പോൾ വിഷയം. അതായത് ഒരു ശരീരത്തില് ഒരു സെക്കൻഡ് ഇതിൽ സമയം തരി. അതായത് ശരീരത്തിൽ എത്രത്തോളം രോമങ്ങൾ നിലനിർത്തുന്നുണ്ട് അത്രത്തോളം പാപങ്ങൾ പൊറുക്കപ്പെടുന്ന ഒരു അമലാണ് ശാരീരിക ബന്ധം പുലർത്തുക ഭാര്യയും ഭർത്താവും തമ്മിൽ എന്നുള്ളത്. 2 ചാൻസ് ആയി. അപ്പം ഭർത്താവിന് ചോദിച്ച് വേണ്ട എന്ന് പറഞ്ഞാൽ പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം നോൻപെടുക്കാതെ കൂലി കിട്ടുന്ന കാര്യമാണ്. ഇസ്ലാമിന്റെ വീക്ഷണം അനുസരിച്ചും വ്യവസ്ഥ അനുസരിച്ചും നിയമം അനുസരിച്ചും അതിന്റെ ഫളായിലനുസരിച്ചും വരുന്ന കാര്യമാണത്. അപ്പൊ പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ ശാരീരിക ബന്ധത്തിന് സമ്മതം ചോദിക്കുമ്പോ വേണ്ടാന്ന് സ്ത്രീ പറഞ്ഞ പിന്നെ എന്തിനാ മലക്കുകളെ ഏർപ്പെടുത്തി പ്രാകുന്നത്? ഒരു ഞാൻ ശ്രദ്ധിച്ചോളുന്നത് കേട്ടോ. ഒന്ന് അപ്പൊ തന്നെ കൂലി കിട്ടിയില്ലേ? ഇത് നിങ്ങളിപ്പോ യൂട്യൂബിൽ ഇട്ടാലും മണ്ണിൽ ഇട്ടില്ലെങ്കിലും മണ്ണിലെ കേട്ടോളി. ഒരാണിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കലായിട്ടുള്ള അവസ്ഥ വ്യത്യാസമുണ്ട്. ഉദാഹരണം പറഞ്ഞു, ഒരു പെണ്ണിനെ സംബന്ധിച്ച് 10 ദിവസം ആവശ്യം ഉണ്ടാവില്ല, 10 ദിവസം താല്പര്യം ഉണ്ടാവില്ല. ആകെ ഒരു 10 ദിവസമാണ് അവർക്ക് താല്പര്യപ്പെട്ട സമയമുള്ളത്. അതിൽ വേണ്ട പോലെ ബന്ധപ്പെട്ട് കൊടുത്ത ഒരു പെണ്ണിന്റെ ആവശ്യം കഴിഞ്ഞ്. ഒരാണിനെ സംബന്ധിച്ച് അങ്ങനെയല്ല, ഡെയിലി വേണമെങ്കിൽ ബന്ധപ്പെട്ടുള്ള കപ്പാസിറ്റി പഠിച്ചോ കൊടുത്താണ് എന്ന് കരുതിയിട്ട് ഒരു സെക്കൻഡ് രണ്ടാമത്തെ വിവാഹം കഴിക്കാന്നുള്ള ജായിസ് ആക്കിയിട്ട് അള്ളാഹുത്തല വെച്ചിട്ടുള്ളൂ. ഇപ്പം എയർപോർട്ടിൽ കൂടെ അങ്ങനെ പോവാൻ നല്ല ടൈലിട്ട സ്ഥലം, ആ ടൈലിട്ട സ്ഥലത്ത് ഒരു വേസ്റ്റ് കൊട്ട് വെച്ചിട്ട് തുപ്പുക എന്നതിൽ എഴുതി വെച്ചാണ്. അതിൽ തുപ്പൽ നിർബന്ധമല്ല, അവിടെ അത്യാവശ്യമുള്ളത് ചെയ്താൽ മതി. എന്നാലും ഒരു തോന്നിയാസത്തൊക്കെ പോയത് തൽക്കാലം മറ്റേ ആവശ്യം പൂർത്തിയാക്കുമെന്നാ പറയുന്നത്. കട്ട് ചെയ്ത് വിളിച്ചോളി. This call is now being recorded. ഒരു കൊട്ടേഷൻ കൊടുക്കാനുള്ളത് ഇതുവരെ കൊടുത്തില്ല. പറയ്. അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞത്? ഞാൻ ചോദിച്ചത് അള്ളാന്റെ വ്യവസ്ഥ അനുസരിച്ച് അതിൽ 100% നീതിണ്ട്. അത് എന്റെ സംശയത്തിന് നിങ്ങൾ മറുപടി പറഞ്ഞില്ല. അതായത് നോലുമ്പെടുക്കാൻ ഉള്ള ഒരു കാര്യത്തില് നോലുമ്പെടുക്കട്ടെ എന്ന് ചോദിക്കുമ്പോ തന്നെ നോലുമ്പെടുത്ത കൂലി അവിടെ എഴുതപ്പെട്ടു. അപ്പൊ ചോദിച്ചാല് നോലുമ്പ് അപ്പൊ തന്നെ ഫർള് പൂർത്തിയാക്കി അതിന്റെ കൂലി അവിടെ എഴുതിയില്ലേ? സ്ത്രീ അപ്പൊ ഫർള് പൂർത്തിയാവൂല. നോലുമ്പെടുക്കട്ടെ എന്ന് ചോദിച്ചു, വേണ്ടാന്ന് പറഞ്ഞു. അള്ളാന്റെ കൽപ്പനയാണ് ഭർത്താവിനോട് ചോദിക്കണം എന്നുള്ള താല്പര്യം. അത് ഫർള് പൂർത്തിയാക്കുമ്പോ തന്നെ ആ നോമ്പെടുത്തതിന്റെ കൂലി കിട്ടി. നോമ്പെടുക്കും വേണ്ട. അതാ പറഞ്ഞത്. അപ്പൊ അതേപോലെ തന്നെ പിന്നെ ഇങ്ങനെ ബന്ധപ്പെടണം എന്ന് ആഗ്രഹം പ്രകടിപ്പിക്കുന്ന സമയത്ത് ഭാര്യ വേണ്ടാന്ന് പറഞ്ഞാൽ എന്തിനാ പിന്നെ ഭാര്യനെ പ്രാകണേ? ഭാര്യ പ്രാഗെന്ന് വെച്ചാൽ ആണുങ്ങളെ അവസ്ഥയും പെണ്ണുങ്ങളെ അവസ്ഥയിൽ വ്യത്യാസം വരുന്നുണ്ട്. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഉണർത്തിയെടുത്തെങ്കിലേ ഉണരുള്ളൂ. ആണിനെ സംബന്ധിച്ചിടത്തോളം ദൃഷ്ടിയിൽ കൂടെ ഉണരുന്ന സാധനത്തിന്റെ മാനസികാവസ്ഥ അങ്ങനെ ആയതുകൊണ്ടല്ലേ, അവൾക്ക് താല്പര്യം. അത് അങ്ങനെയല്ല വെച്ചത്. അപ്പൊ പിന്നെ താല്പര്യമില്ലാത്ത ദിവസം താല്പര്യമില്ല എന്ന് പറയുന്നത് എന്തിനാ പിന്നെ അള്ള പ്രാകുന്നതെന്ന്? താല്പര്യമില്ലാത്ത ദിവസം മാനസികമായിട്ട് തയ്യാറുള്ള ഒരു മാനസികമായിട്ട് തയ്യാറുള്ള ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ഭർത്താവിന്റെ താല്പര്യത്തിനെ പരിഗണിച്ചുകൊണ്ട് ആ രീതിയിൽ തയ്യാറാകുന്ന ചെയ്യേണ്ട കാഴ്ചപ്പാട്. ഇത് ശാരീരികമായിട്ട് പറ്റാത്തതാണെങ്കിൽ അത് പരിഗണിക്കണം. ശാരീരികമോ മാനസികമോ മൂഡില്ലെങ്കിലോ? അതാണ് ചോദിക്കണേ. ഇങ്ങനെ എല്ലാ ദിവസവും മൂഡ് ഉണ്ടാവില്ല എന്നാണ് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത്.
ഉണ്ടാവില്ല. അത് അള്ളാഹ് അങ്ങനെ ആക്കിയതല്ലേ. അതെ, എന്നാലും അപ്പൊ മൂടില്ലാത്ത പറയുന്നത് എന്തിനാ അള്ളാഹ് ശപിക്കണ എന്തിനാ? അപ്പൊ ഭർത്താവിനോട് ആത്മാർത്ഥമുള്ള ഭാര്യനെ സംബന്ധിച്ചിടത്തോളം ഓളെ മൂടില്ലാത്തതും അറിയാത്ത രീതിയിൽ കാര്യം പൂർത്തീകരിച്ച് കൊടുക്കാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അങ്ങനെ തന്നെ പറഞ്ഞുതരാം. ഇങ്ങനെയൊക്കെയാണ് ഒരു ശാരീരിക ബന്ധത്തിൽ നിങ്ങൾ അങ്ങനെ ചോദിക്കുമ്പോൾ അങ്ങനെ തന്നെ അങ്ങനെ തന്നെ പറഞ്ഞു തരും. ഞാൻ വേറെ എങ്ങനെ പറഞ്ഞുതരാം? അതാ പറഞ്ഞത്. അപ്പൊ നമ്മളൊക്കെ എല്ലാരും എന്താ ചെയ്യണേ? ശാരീരികവും മാനസികമായിട്ടുള്ള അവസ്ഥകളൊക്കെ പരിഗണിച്ചിട്ടില്ലേ? ചിന്തിച്ചെടുക്കണം നമ്മള് മനുഷ്യന്മാര്. ഒരു സമയത്ത് നിങ്ങൾ പറഞ്ഞു പോരുന്നേ, സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഭർത്താക്കന്മാരെ ബാപ്പാന്റെ ആവശ്യമില്ല, ആ രീതിയിലൊക്കെ അവർക്ക് എന്താ കല്യാണം കഴിച്ചു വിടുക, അല്ല പെണ്ണിന്റെ ആവശ്യമില്ല, ചോദിക്കേണ്ട സമ്മതമില്ല. എന്നാൽ ലോകത്ത് ഇന്ന് വരെ ശ്രദ്ധിച്ചോളി, ലോകത്ത് ഇന്ന് വരെ എന്ത് വില മതിക്കാൻ പറ്റുന്ന മൂല്യം കൊടുത്ത് സ്വീകരിക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടെങ്കിൽ പെണ്ണുള്ളൂ. എന്ത് ഡിമാൻഡ് ഒരു ഡിമാൻഡ് അല്ലല്ല, ഒരു ഡിമാൻഡ് വെക്കാണ് കിട്ടണമെന്ന്. കല്യാണത്തിൽ മഹർ വരുന്നതോടുകൂടി തന്നെ കല്യാണം എന്ന് പറയുന്ന ഒരു തട്ടോടായി മാറി. ഈ വില പറയുന്നതിന് എന്താ താരാറെന്നുള്ള എനിക്ക് മനസ്സിലായി അല്ലേ? എങ്ങനെ? എന്നാ വില പറയുന്നതിൽ കൂടെ കിട്ടുന്ന മെച്ചം എന്താന്നുള്ള എനിക്ക് മനസ്സിലായിണോ? എന്തൊരു കഷ്ടം. നമ്മളൊരു ബന്ധത്തിനൊക്കെ വില പറയാ. അൺകണ്ടീഷണൽ ആയിട്ടല്ലേ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കേണ്ടത്? എന്താ കഥ? ഈ ശാരീരികമായിട്ടുള്ള പിന്നെ എന്താ പറയാ സൗകര്യം ചെയ്ത് കൊടുക്കലിന് പണം നിർണയിക്കാന്നൊക്കെ പറഞ്ഞത് വളരെ മോശം പരിപാടിയല്ലേ? ഒരു ഞാൻ പിന്നെ സഭ്യതയുടെ പറയുള്ളൂ എന്നുള്ളൂ. നിങ്ങൾ എന്തൊക്കെ ആലോചിച്ച വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കണം. അതായത് ഖുർആനിൽ ഒരു ഭാര്യ എന്നുള്ള പരിചയപ്പെടുത്തുന്നതിന് പകരം സ്വായിബാന്നാ പരിചയപ്പെടുത്തി, കൂട്ടുകാരിന്നാ പരിചയപ്പെടുത്തി. എത്ര നല്ല വേർഡ്സ് അല്ലാത്ത ഉപയോഗിച്ച് ആ കുറക്കെ ഞാൻ പറയാം. അത് കുറ്റപ്പെടുത്താൻ എന്തിനാണ് കൂട്ടുകാരിക്ക് മൂടില്ല എന്ന് പറയുമ്പത്തിന് എന്തിനാണ് ഇങ്ങനെ പ്രാഗൻ? എന്തിനാ അതാ ചോദിക്കണേ. ഒരു പെണ്ണിന് നമ്മള് കൂട്ടുകാരി അവരുടെ എല്ലാ ശാരീരികവും മാനസികമായിട്ടുള്ള അവസ്ഥകളെ പരിഗണിച്ച് അവരെ നമ്മളെ പോലെ തന്നെ പരിഗണിക്കല്ലേ. അപ്പൊ പിന്നെ ഒരാൾക്ക് വയ്യാ തോന്നിയാൽ നമുക്ക് ശരി, അത് നമ്മൾ പരിഗണിക്കല്ലേ ചെയ്യണ്ടേ? വയ്യാത്തതിന്റെ പേരിൽ ചെയ്യാന്നുള്ളത് അങ്ങനത്തെ ആളുകൾ എന്നുള്ളതല്ലാതെ എല്ലാരും ചെയ്യോ? വയ്യാകല്ല ഞാൻ പറഞ്ഞത്. വയ്യാന്ന് പറഞ്ഞപ്പോ നമുക്ക് ഒരാൾക്ക് ഒരു മൂടില്ല. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നിങ്ങൾ പറഞ്ഞു സ്ത്രീകൾക്ക് ഇങ്ങനെ മാസത്തിൽ ചിലപ്പോ 10 ദിവസമാണ് ആകെ അങ്ങനെ ഒരു ഫുൾ മൂഡിൽ ഉണ്ടാവുകയെന്ന്. ആ മൂടുള്ള ഒരു ദിവസം ഈ ഭർത്താവിനോട് ഭാര്യ സമീപിച്ചു. അപ്പൊ ഭർത്താവിന് മൂടില്ലെങ്കിലോ? ഭർത്താവിന് മൂടില്ലെങ്കിൽ പരിപാടിയോടെ നടക്കൂല. അതാണ് കഥ. അപ്പൊ പെണ്ണിന് മൂടില്ലെങ്കിൽ പരിപാടി അത് മൊത്തം പടച്ചോന്റെ പിത്തനെയാണ്. അതിന്റെ ബയോളജിക്കലായിട്ടും അതിന്റെ സയന്റിഫിക് പിന്നിൽ ഇതിന്റെ അവസ്ഥ ആര് വെച്ചതാ? അതിന് നിങ്ങൾ ഫുള്ളായിട്ട് അതിനെ പറ്റി ചർച്ച ചെയ്യാം, അപ്പൊ എല്ലാം മനസ്സിലാവും. നിങ്ങൾ വിടല്ലേ ഈ വിഷയം, വിടല്ലേ നിങ്ങൾ വിടല്ലേ. ഞാൻ തന്നെ ഞാൻ ഈ വിഷയത്തിൽ തൽപരനല്ലാത്തതാണ്. അല്ലെങ്കിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടെങ്കിലോ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ ഉണ്ടാക്കിയത് ആരാ അറിയോ? പഠിച്ചോൻ. ഇതൊക്കെ അത് നിങ്ങളെ കാഴ്ചപ്പാടിൽ എന്ത് തയ്യാറാണ്. അതാ ഞാൻ അങ്ങനെ പറയണേ. ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം. ഞാൻ ഈ കാലഘട്ടത്തിലുള്ള ആളുകള് ഇന്ന് CCTV ഒഴിവാക്കിയ പെണ്ണുങ്ങൾ ചാടിപ്പോവാണ്. ശ്രദ്ധിച്ചോളി. അത് പിൻവലിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അങ്ങനത്തെ വർത്താനം ഒന്നും പറയാൻ പറ്റില്ല. എല്ലാ പെണ്ണുങ്ങളും ചാടിപ്പോയി. എന്താ നിങ്ങൾ പറയണേ? നിങ്ങൾ ഇന്നത്തെ വാർത്ത എടുത്ത് നോക്കി, ഇന്നത്തെ വാർത്ത എടുത്ത് നോക്കി. ഇല്ലല്ല, ആ സ്റ്റേറ്റ്മെന്റ് പിൻവലിച്ചേ പോകാൻ പറ്റുള്ളൂ. കാരണം എല്ലാ സ്ത്രീകളും CCTVനെ പേടിച്ചിട്ട് ചാടി പോകാത്തവരാണെന്നുള്ള എല്ലാ പെണ്ണുങ്ങളും അല്ലല്ലേ നമ്മളെ കൺസെപ്റ്റ്. പിന്നെ ഒരുവിധം സ്ത്രീകളെ അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുക? ഇന്ന് ഓരോ ദിവസം അങ്ങനത്തെ അവസ്ഥയിലേക്ക് നിങ്ങൾ കൊണ്ടുപോകല്ലേ? അല്ല, അങ്ങനത്തെ സ്ത്രീ അങ്ങനത്തെ ഒരു സംസ്കാരം നാട്ടിൽ വരാൻ വേണ്ടിട്ട് എന്താ ചെയ്യേണ്ടത് അതങ്ങനെ ചെയ്തോണ്ടിരിക്കണേ. ആ വേർഡ് നിങ്ങളാണ് പിൻവലിച്ചാളി. എന്നിട്ടെല്ലാം പറ്റില്ല. അത് തിരുത്തി പറഞ്ഞുതരാം കേട്ടോളി. ആ സ്ഥാനത്ത് 4 പെണ്ണുങ്ങൾ പഠിക്കണം. CCTV ഇല്ലെങ്കിൽ എല്ലാ പെണ്ണുങ്ങളും ചാടി പോകുന്നുള്ള സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പിൻവലിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി. ഞാൻ സ്ത്രീകൾ കംപ്ലീറ്റ് ചാടി പോവാന്നുള്ളതിനല്ലോ പറയുന്നത്. അങ്ങനെ ഉണ്ടാവില്ലല്ലോ, അസംഭവ്യമായ കാര്യല്ലേ. നമ്മളെടുത്തോളം സംബന്ധിച്ചിടത്തോളം CCTV ഒക്കെ ചാടിപ്പോകുന്ന അവസ്ഥയിൽ പെണ്ണുങ്ങളെ ആക്കി തീർത്തിന് നമ്മള്. അതിന്റെ ഉത്തരവാദിത്വം 100% നിങ്ങളെ പോലത്തെ ആളുകളെ പറയേണ്ടി. അതൊക്കെ തെറ്റായിട്ടുള്ള ലക്ഷ്യമല്ല, ആദർശമല്ലാതെ ജനങ്ങളെ
എങ്ങനെ? അങ്ങനെയൊന്നും പറയാൻ പാടില്ല. അതൊക്കെ സ്ത്രീ വിരുദ്ധതയാണ്. നിങ്ങൾ ഇസ്ലാമിൽ ചിലപ്പോൾ അത് അനുവാദം ഉണ്ടാവും പറയാൻ. എന്നാ ഡീപ്പായിട്ട് പറഞ്ഞുതരാം, കേട്ടോളി. ആ, ഗൾഫ് കൺട്രി പോയി കഴിഞ്ഞാൽ ഒരാളെ സംബന്ധിച്ചോ CCTV ഇല്ലാത്തോണ്ടാണോ ഈ പള്ളിക്കത്തെ ഉസ്താദന്മാര് കുട്ടികള് സൂയിപ്പാക്കണേ? ഉസ്താദന്മാരെ നിലനിർത്തണ ഞാൻ പറഞ്ഞു. ഉസ്താദ് തല വെട്ടി ഒഴിവാക്കണം എന്ന് ഞാൻ പറയണേ. ഉസ്താദന്മാർ തെറ്റിയ ഡബിള് ശിക്ഷയാണ്. അതായത് നബിമാരെ ഭാര്യമാര് തെറ്റ് ചെയ്ത ഡബിള് ശിക്ഷ കൊടുക്കും. പള്ളിക്കത്തെ സംവിധാനം ഈ പള്ളി കമ്മിറ്റിക്കാര് വീടായ ദീനെന്ത് തെറ്റിയത്? ഒരു മിനിറ്റ് ഞാൻ പറയണത്, നല്ല വീട്ടിൽ നിന്ന് കുട്ടികൾ മുത്തക്കികളായിട്ട് വളരട്ടെ, ദീൻ പഠിക്കട്ടെ, ഞാൻ മരിക്കുമ്പോ മയ്യത്തിന്റെ തലയിൽ നിൽക്കാനും നിസ്കരിക്കാനും ഒരു കുട്ടി ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചിട്ട് പള്ളി ദർസിലും യത്തീംഖാനയിലും കൊണ്ടാക്കുന്ന കുട്ടികളെ ദുരുപയോഗം ചെയ്യുന്ന മൗലിയമാർക്ക് പള്ളി കമ്മിറ്റി സൗകര്യം ചെയ്തു കൊടുക്കുകയാണെന്ന് ഞാൻ പറഞ്ഞ എന്ത് ചെയ്യും? പള്ളി കമ്മിറ്റി സൗകര്യം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ മഹല് വരെ പുറത്തത് ബഹിഷ്കരിക്കണം, തിരിച്ചുവിടണം, അതിന്റെ മുകളിൽ ആക്ഷൻ എടുക്കണം. അപ്പൊ മൊത്തം അതൊക്കെ പിരിച്ചുവിടണം ആദ്യം. അപ്പൊ സ്റ്റേറ്റ്മെന്റുകൾ പറയല്ലേ, നിങ്ങളിത് പറഞ്ഞോളി. നമ്മള് വിഷയത്തിലേക്ക് വരും, നമ്മള് സംവാദത്തിന്റെ വിഷയത്തിലേക്ക് വരും. ഞാൻ നിങ്ങൾക്ക് യൂട്യൂബിലാണ് കണ്ടന്റ് കിട്ടേണ്ടി. അല്ലല്ലേ, എന്നെ സംബന്ധിച്ചാണല്ലോ ഇക്ലി കണ്ടന്റുകളോട് എനിക്ക് താല്പര്യമില്ലാത്തോണ്ടാണ് കേട്ടോ. ഇക്ലി അല്ല വിഷയം പറയണേ, അതിലും വലിയ അസഭ്യം വിളിച്ചു പറയുന്നില്ല ഇതിന്റെ വിഷയത്തിൽ. ഇല്ല, ഞാൻ അങ്ങനെ അസഭ്യം വിളിച്ചു പറയാറില്ല. നിങ്ങൾ പറയണ്ട, അല്ലല്ലോ പരിപാടിയല്ലേ ഉള്ളൂ അതിൽ കാണുന്നത്. എന്ത് അസഭ്യം എന്ന് പറഞ്ഞത് എന്റെ ഏരിയ അല്ല, മനസ്സിലായോ? ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ഈ തരം വികലമായിട്ടുള്ള ന്യായവാദങ്ങളൊക്കെ കൊണ്ട് എന്ത് ന്യായവാദം? ഞാൻ പറയാം, എന്ത് വികലമായ ന്യായവാദം? ഞാൻ പറയട്ടെ. ഇപ്പൊ ഒരു നിയമം വികലമായ ന്യായവാദം പറഞ്ഞത്, അതായത് ഈ ശാരീരിക ബന്ധവുമായി ബന്ധപ്പെട്ടിട്ട് ഇസ്ലാം അങ്ങനെ നിയമം വെക്കാനുള്ള ന്യായങ്ങളാണ് നിങ്ങൾ പറഞ്ഞത്, മനസ്സിലായോ? അത്തരം വികല ന്യായങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് ഇസ്ലാം അനുവദിച്ച ഒരു കാര്യം അത് എത്ര വലിയ തെറ്റാണെങ്കിലും സ്ത്രീ വിരുദ്ധതയാണെങ്കിലും നിങ്ങൾക്ക് അത് മനസ്സിലാവില്ല. കാരണം അത് നിങ്ങൾക്ക് ശരിയായിരിക്കും, തെറ്റല്ലായിരിക്കും. അല്ല ഒന്ന് പറയണ്ട. അല്ല, ഞാൻ പറഞ്ഞത് നമ്മൾ ഈ വിഷയത്തിലേക്ക് വരുമ്പോ ഒരു നിയമം നമ്മൾ ചർച്ചക്ക് എടുക്കുമ്പോ അത് ഖുർആൻ വെച്ചിട്ട് അല്ലല്ലോ, ഖുർആൻ അല്ലല്ലോ മാനദണ്ഡം. നിങ്ങൾക്ക് മാനദണ്ഡമല്ല, എനിക്കതാണ് മാനദണ്ഡം. പക്ഷേ പൊതുവിൽ അതായത് ഹിന്ദുക്കൾക്ക്, മുസ്ലിങ്ങൾക്ക് ചിലപ്പോൾ ഖുർആൻ ആയിരിക്കും, ക്രിസ്ത്യാനികൾക്ക് ബൈബിൾ ആയിരിക്കും, വേറെ ചില ആളുകൾക്ക് വേറെ എന്തെങ്കിലും വേദഗ്രന്ഥം ആയിരിക്കും. അപ്പൊ അങ്ങനെയല്ല, നമ്മൾ പൊതുവെ മനുഷ്യർ തത്വത്തിൽ അംഗീകരിക്കുന്ന മാനദണ്ഡങ്ങളുണ്ട്. അതാണ് ഞാൻ പറഞ്ഞ മനുഷ്യാവകാശ പ്രഖ്യാപന രേഖ. ആ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലും അതിനെ തുടർന്ന് അതിന്റെ അടിസ്ഥാനത്തിൽ ജനാധിപത്യ രാജ്യങ്ങള്, മതനിരപേക്ഷ രാജ്യങ്ങള് എഴുതിയിട്ടുള്ള ജനാധിപത്യ ഭരണഘടനകളും ഒക്കെയാണ് ഈ അതാത് കാലഘട്ടത്തിൽ അതാത് സമൂഹത്തിന്റെ മാനദണ്ഡം. അപ്പൊ ആ മാനദണ്ഡം സ്വകാര്യം ചോദിക്കട്ടെ. ഇസ്ലാമിക ശരീഅത്തനുസരിച്ച് ഒരു നാട് തയ്യാറായി കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രയാസപ്പെടുന്ന ആരാധനകൾ മുസ്ലിങ്ങളാണ്. അതൊന്നും നമ്മള് വ്യത്യാസമുണ്ടോ? അത് എന്റെ ഒന്നാമത്തെ വ്യത്യാസമുണ്ടോ? ഇല്ല, ഞാൻ എപ്പോഴും പറയുന്നതാണ് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഇരകൾ മുസ്ലിങ്ങളാണ്. ഏറ്റവും കൂടുതലാരാ? ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഇരകൾ, ഏറ്റവും പ്രധാനപ്പെട്ട ഇരകൾ മുസ്ലിങ്ങൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. ലോക്കാണ് കാര്യത്തിൽ മുസ്ലിങ്ങളാണ് മുമ്പന്തി ഉണ്ടാവുക. ഇരകളാക്കപ്പെടുന്നവരാണ്, ഇരകളാണ് അവര്. എങ്ങനെ ഇരകളാണ്? ഈ മതനിയമത്തിന്റെ ഇരകളാണ്. അത് ഭരണകൂടം ഉള്ളിടത്ത് ഭരണകൂടത്തിന്റെ ഇരകളാണ്, ഭരണകൂടങ്ങൾ ഇല്ലാത്തടത്ത് ഈ മഹല്ല് കമ്മിറ്റിയുടെ ഇരകളാണ്. ഇസ്ലാമിന്റെ ഇരകൾ, ഒന്നാമത്തെ ഇരകൾ മുസ്ലിങ്ങൾ തന്നെയാണ്, അഭിപ്രായ വ്യത്യാസമല്ല. ഇരകൾ എന്നുള്ള മാത്രല്ല, അതിന് സമാധാനം പറഞ്ഞ ആളുകളായിട്ട് മുസ്ലിങ്ങൾ മാറും. അല്ല, അതായിക്കോട്ടെ. അതിന്റെ ഇരകൾ ഒന്നാമത്തത് ഇസ്ലാമിന്റെ ദുരിതങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന മുസ്ലിങ്ങളാണ്. ദുരിതങ്ങൾ എങ്ങനെ അനുഭവിക്കണം? ഇസ്ലാമായിട്ട് ജീവിച്ചു കഴിഞ്ഞാല് വേറിട്ട് ജീവിക്കുമ്പോഴുണ്ടാവുക. അതിന്റെ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ആരാ? പ്രയാസം അനുഭവിക്കുന്ന ആരാ? തോന്നിയാസം ചെയ്തതിന്റെ മുകളിൽ പ്രയാസം അനുഭവിക്കാണ്. എന്ത് തോന്നിയാസം? ഇപ്പൊ അഫ്ഗാനിസ്ഥാനിൽ അങ്ങനെ ചെയ്ത അടുക്കളകൾക്ക് ജനാലകൾ വെക്കരുത് എന്നാണ്. ഞാൻ വേറെ സംഗതി പറഞ്ഞുതരാം. നമ്മളതിനകത്ത് പോകണ്ട, നിങ്ങൾ ഇത് പറയും. അപ്പം മാനദണ്ഡം എന്ന് പറയുന്നത് ജനാധിപത്യ മതനിരപേക്ഷ മനുഷ്യർക്ക്, എല്ലാത്തരം മനുഷ്യർക്കും അംഗീകരിക്കാവുന്ന പൊതു മാനദണ്ഡമായിരിക്കും. മനസ്സിലായി? അല്ലാതെ ഇപ്പൊ ഖുർആാനോ ബൈബിളോ വെച്ചിട്ട് ഇപ്പൊ കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഇസ്ലാമിന്റെ അവകാശവാദം അനുസരിച്ച് ഏത് കാലത്തേക്കുമുള്ള ഏറ്റവും ഉത്തമമായ നിയമസംഹിതയാണത്. അപ്പൊ അതുകൊണ്ട് ഏത് കാലഘട്ടത്തിൽ ഏത് ജനാധിപത്യ മതനിരപേക്ഷ മാനവിക ഗവൺമെന്റുകൾ ഉണ്ടായാലും നിയമങ്ങൾ ഉണ്ടായാലും അതിനേക്കാളൊക്കെ മികച്ച മാനവികമായ മൂല്യങ്ങളാണല്ലോ ഖുർആനിലുള്ളത്. അപ്പൊ അതിൽ തെറ്റുണ്ടാവില്ല എന്നാണ് നിങ്ങളെ വാദം.
അപ്പൊ അതുകൊണ്ട് നമ്മള് ഈ പൊതു മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിൽ മനുഷ്യർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത മൂല്യം അല്ലെങ്കിൽ നിയമം, ഒരു എന്താ ന്യൂനത, അത് ഖുറാനിൽ കാണിക്കുക എന്നുള്ളതാണല്ലോ. ഖുറാനിലോ ഇസ്ലാമിക നിയമത്തിലോ ശരീരത്തിൽ കാണിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് നിങ്ങള് കണ്ടീഷൻ എന്താന്ന് പറയും, ബാക്കി എന്താണ് പ്രശ്നം? അതിന് പറ്റുന്ന ആളെ നിങ്ങൾ കൊണ്ടുവന്നോളി, കുഴപ്പമില്ല. നിങ്ങൾക്ക് ബോധ്യമുള്ള ഒരാളെ കൊടുന്നോളി, നിങ്ങൾ എല്ലാ സംവിധാനവും ഒരുക്കിക്കോളി. ഇയാളെ സെലക്ട് ചെയ്യുന്നതില് പിന്നെ എന്നെ സംബന്ധിച്ച് എന്താ അറിയോ, നമ്മൾ ഇനി അത് ഒരു കമ്മിറ്റ്മെന്റ് എടുത്ത് നമ്മൾ 2-3 ആളെ സജസ്റ്റ് ചെയ്ത് അത് ശരിയാവില്ല, നിങ്ങൾക്ക് ഒരു കാരണം ഉണ്ടാവും. നിങ്ങൾ അയാളോട് എന്തോ ചോദ്യം ചോദിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങൾ ഉണർത്തണം എന്നുള്ള വിഷയം മാത്രമേ. അതായത് ഇപ്പൊ നിങ്ങൾ ഒരു നിയമം ഞാൻ എടുത്ത് കാണിക്കുന്നു, അപ്പൊ അത് മാനവികമല്ല എന്ന് ഞാൻ പറയുമ്പോ, അല്ല അത് ഖുർആൻ അനുവദിച്ചിട്ടുണ്ട്, അള്ളാഹു അംഗീകരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ഞാൻ പറയാം. ഞാൻ പറയേണ്ട കാരണം എന്താ നിങ്ങള് ഇത്രയും ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഈ സമയത്ത്, സമൂഹ ദാരിദ്ര്യത്തിൽ കിടക്കുന്ന സമയത്ത് എന്തിനാ 5-6 ലക്ഷം ഉറുപ്പ് എടുത്തുകൊണ്ട് ഹജ്ജിന് പോകണം? എത്ര വലിയ വികൃതമായ നിയമമാണ്. അതാ പൈസ ഇവിടെ സമൂഹത്തിന് ചെലവഴിക്കല്ലേ വേണ്ടത്. നിങ്ങൾക്ക് പറയാം. പറയാൻ പോണതൊന്നും നിങ്ങൾ ഇപ്പൊ അതിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. ഞാൻ അങ്ങനത്തെ ഈ ചെറിയ നിസ്കരിക്കുമ്പോ എന്തിനാ കുമ്പിടുന്നുള്ള ചോദ്യം ഒന്നും ചോദിക്കൂല. അങ്ങനത്തെ ബേജാറൊന്നും, അങ്ങനത്തെ ടെൻഷൻ ഒന്നും വേണ്ട. സമയം കളയാൻ എന്റെ ഞാൻ മെനക്കെടുത്തൂലെന്ന്. ഇന്നെ സംബന്ധിച്ചൊരു ഹജ്ജിന്റെ പൈസ അല്ലത്. ഇന്നെ സംബന്ധിച്ചോടത്ത് അത് ശ്രദ്ധിച്ചോളി. ഒരു ഹജ്ജിന്റെ പൈസ അല്ല. ഞാൻ 10 ലക്ഷം 5 ലക്ഷം കൂടി കൂട്ടി വെച്ചിട്ട് ഇങ്ങനെ പിടിക്കാൻ വിടുന്നില്ല. അത് പറയാം. അത് വ്യക്തമായിട്ട് ബോധ്യത്തോട് കൂടിയിട്ട് പറഞ്ഞത്. ഒരു ഹജ്ജിന്റെ പൈസ അല്ല. ദീനാണ്. ഹജ്ജാണോ വലുത്, ദീനാണോ വലുത്? നിങ്ങൾ പറഞ്ഞതാണ്. അല്ല അതൊക്കെ ഞാൻ പറഞ്ഞു, അതാണ് അല്ല ചർച്ച അല്ല ഇത്. ആധികാരികമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യല്ലോ. ഹജ്ജാണോ വലുത്, ദീനാണോ വലുത്? ഹജ്ജാണോ അഭിപ്രായത്തില് ദീനാണോ വലുത്? അപ്പൊ ദീൻ എന്താ? ഹജ്ജ് എന്താ ദീനല്ലേ? അതിന്റെ ഒരു ഭാഗമാണ്, പാർട്ടാണ്. കൈയാണോ വലുത്, കണ്ണാണോ വലുത് ചോദിച്ചൂലേ? ഏതാ വലുത്? അതാ ഞാൻ പറഞ്ഞു. അങ്ങനത്തെ ചോദിക്കണ്ടുണ്ട്. ഞാൻ ഈ വിഷയത്തിൽ നിങ്ങളെ ഇരുത്താതെ ഞാൻ വിടൂല. നിങ്ങള് സമയം പറഞ്ഞോളി, സ്ഥലം പറഞ്ഞോളിയും, പൊതു കാര്യങ്ങൾ പറഞ്ഞോളിയും. ഇസ്ലാമിലെ മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള നിയമം നമുക്കവിടെ ചർച്ച ചെയ്യാം. ആളെ നിങ്ങൾ തന്നെ കൊണ്ടുവന്നോളിയും. അത്യാവശ്യം ആ ആളുകൾ അറിയുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും നല്ലത്. ഇനിയിപ്പോ അയാള് പറയാണ്, അയാൾക്കുള്ള എന്റെ ഒരു കണ്ടീഷൻ ഉള്ളൂ, അയാള് അത് മാനവിക വിരുദ്ധമായ ഒരു പ്രശ്നമല്ല, അതായത് ഇപ്പൊ ഞാനൊരു നിയമം കൊണ്ടുവന്നു അതിലൊരു ന്യൂനത ഇല്ല എന്ന് അയാൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. അത് ന്യൂനത ഉണ്ടോ ഇല്ലെന്ന് അയാൾ പറയണം. അയാൾ പറയുകയും അതിന്റെ കാരണം അയാൾ വിശദീകരിക്കും വേണം. ന്യൂനത ഉണ്ട് എന്നാണ് പറയണതെങ്കിൽ അയാൾ അത് എന്തുകൊണ്ടാണ് ന്യൂനത ഉണ്ട് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയണം. ന്യൂനത ഇല്ല എന്നയാൾ പറയുകയാണെങ്കിൽ അയാൾ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ന്യൂനത ഇല്ല എന്ന് പറഞ്ഞത് എന്ന് അയാൾ പറയണം. അത് ബാക്കി നാട്ടുകാർ അത് ഈ 5 ലക്ഷം തരണോ എന്നുള്ള കാര്യത്തിൽ മാത്രമാണ്. ബാക്കി കാര്യങ്ങൾ വിലയിരുത്തേണ്ടത് കേൾക്കുന്ന നാട്ടുകാരാണല്ലോ. നിങ്ങൾ അല്ലാഹു തആല നീതിമാനല്ല. എന്നെ ബ്ലോഗ് കാക്കാനെ കൊണ്ടുവന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. മൂപ്പരെ ബുദ്ധിമുട്ടാക്കല്ലേ. മൂപ്പരെ സംസാരിക്കാൻ പഠിക്കണം, മനസ്സിലായോ? അയാൾ ഇന്നെ കുറിച്ച് മണ്ണാർക്കാട് അയാൾ എന്താ പറഞ്ഞത് വരെ ഞാൻ പറയട്ടെ. അയാള് മാന്യമായിട്ടല്ല, അയാൾ എന്നോട് എന്താ പറഞ്ഞത്, അയാള് ഒറ്റത്തന്തക്ക് പറക്കുന്ന കാര്യം പറഞ്ഞപ്പോ എനിക്കെന്തോ പൊള്ളിന്നാണ്. എന്താ അയാളാ പറഞ്ഞതിന്റെ ഉദ്ദേശങ്ങൾക്ക് അറിയില്ലേ? എന്താ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അത് ഞാൻ അപ്പൊ ഞാൻ സയന്റിഫിക് ആയിട്ട് ഉണ്ടാവില്ല. എങ്ങനെ കെട്ടിയോനൊന്ന് ബന്ധപ്പെട്ടുണ്ടാക്കി വേറെ 2 അന്തയായി. മനസ്സിലായില്ല? ജനങ്ങളിടയിൽ നോട്ടത്തിൽ എന്തായി? അല്ലല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അയാളോട് പറഞ്ഞത് ഒരു എന്താ പറയാ, ഒരു ആശയം പറയാൻ വേണ്ടി വൃത്തികേട് വിളിച്ചു പറയേണ്ട ഗതികേടുള്ളപ്പോ അയാളോട് ഞാൻ വിളിച്ചു പറയാണ്, അത് ബയോളജിക്കലി തെറ്റാണ്, ശാസ്ത്രീയമായിട്ട് അങ്ങനെ സംഭവിക്കൂല. ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഒരു തന്ത ഉണ്ടാവും. അല്ല 2 അത് പ്രൂഫ് ചെയ്യാൻ പറ്റും. ജനങ്ങളുടെ 2 തന്തന്റെ ആളാന്ന് നീ പറയാൻ പറ്റില്ല. 2 തന്തൊക്കെ ഉണ്ടായെന്നാണ് പറയാം. ഇല്ല പറയാൻ അങ്ങനെ പറയുള്ളൂ. സമൂഹം അങ്ങനെ പറയുള്ളൂ. വിവരമില്ലാത്തവർക്ക് എന്തും പറയാം. വിവരം കെട്ടവർക്ക് എന്തും പറയാം. അപ്പം അത്തരം നിലപാടുള്ള ആ ചങ്ങാതി എന്നോട് അത് പറഞ്ഞപ്പോ എനിക്കെന്തോ പൊള്ളി എന്ന് പറഞ്ഞാൽ എനിക്ക് 2 തന്തണ്ടെന്ന് പേടിക്കുന്ന ആളാണെന്നാണ് അയാള് വിചാരിക്കുന്നത്. അയാള് വരുത്താൻ ശ്രമിക്കുന്നത്. അപ്പൊ ഞാൻ അയാൾ മണ്ടത്തരം പറഞ്ഞു കൊടുത്തുന്നുള്ളൂ. അയാൾ പറയണ മണ്ടത്തരം അത് പറയുമ്പോ ശ്രദ്ധിക്കണം. ഒന്ന്. രണ്ടാമത്തെ അയാൾ പറഞ്ഞു മണ്ണാർക്കാട്ട് നിന്ന് ആരോ വിളിച്ചിട്ട് ഞാൻ ഭയങ്കര പ്രശ്നക്കാരനാണ്.
അയാളെ നമ്പർ എടുത്ത് വരാൻ പറയും. ഞാന് ഈ ചങ്ങാതി പിന്നെ മുക്കം ബസ് സ്റ്റാൻഡിൽ എങ്ങനെ ജീവിച്ചതെന്നും അവിടെ എന്തൊക്കെ പുലിവാലി ഉണ്ടാക്കിയിട്ടുണ്ടെന്നും എന്നോട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട്. അത് ഞാൻ നാട്ടിലോട് പറയേണ്ട കാര്യമുണ്ടോ? ഒരാളെ പറയുമ്പോ ആശയത്തിന് മറുപടി പറയാൻ പറ്റണം. അല്ല എനിക്കിട്ട് താങ്ങിയതല്ല നിങ്ങള് വലിയ പോലെ വലിയ അപരാധങ്ങൾ പറയണത്. ഞങ്ങൾ ഇവിടെ ക്രിസ്ത്യാനി പെണ്ണ് കെട്ടിയാണെന്നുള്ളതും അതേപോലെ നിങ്ങളുടെ ശബ്ദത്തിന് സമാനമായിട്ടുള്ള ശബ്ദം അതിനകത്ത് കേട്ടു. അത് പറയാൻ പാടുള്ളൂ. ഇല്ലല്ല ഇന്നെ ചോദിച്ചല്ല, ഇനി ഉസ്താദിനോട് ചോദിക്കണ്ട ഈബത്തിന്റെ വിഷയത്താന്ന് എമീത്തിന്റെ വിഷയത്താന്നുള്ളത് ചോദിച്ചു പറഞ്ഞു. അല്ലല്ല ഈബത്തിന്റെ ചോദിച്ചത് അയാളോടാണ്, ആ വ്യക്തി. നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ട് അതിൽ കയറ്റിയ ചെയ്യണേ. അതാ പറഞ്ഞത്. ഇപ്പൊ ഇന്നലെ അയാൾ പറഞ്ഞ ഈബത്തും നമീമത്തും അത് തെറ്റല്ലേ? ഈബത്തും നമീമത്തും തെറ്റാന്നുള്ള ഉറപ്പ് തന്നെയല്ലേ? അപ്പൊ ഇന്നലെ അയാൾ ഇപ്പൊ ഈ ലാസ്റ്റ് ഫോൺ കോളിൽ അയാൾ നിങ്ങളോട് പറഞ്ഞത് ഈബത്തല്ലേ? ഞാൻ തടുത്തല്ലപ്പോ ഇവിടെ എവിടെ? ഞാൻ തടുത്തല്ല, അവിടെ തടുത്തല്ലപ്പോ വിഷയം. നമുക്ക് വിഷയത്തെ ഇല്ലല്ല, ഞാൻ തടുത്ത് നിങ്ങൾ എടുത്ത് കേൾക്കി. അത് പോട്ടെ, ഞാൻ പറഞ്ഞത് പോകണ്ട നമുക്കതില്ല ആളല്ലാന്ന്. ഞാൻ ഇതൊന്നും സീരിയസ് എടുക്കുന്ന ആളല്ല. പൊന്നാരല്ലേ ഞാൻ തടുത്ത് നിങ്ങൾ കേൾക്കി. നമുക്ക് വ്യക്തമാകാത്ത രീതിയിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് ഇപ്പൊ തീർപ്പ് പറയണ്ട, അഭിപ്രായം പറയണ്ടെന്ന് പറഞ്ഞ ബ്ലോക്ക് ചെയ്ത്. ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞെന്തായാല് അപ്പൊ ഞാൻ എന്നെ ബ്ലോഗ് ആക്കിയാലും കുഴപ്പമില്ല പറഞ്ഞത് നിങ്ങൾക്ക് ബോധിക്കുന്ന ഒരാളെ കൊണ്ടുവരാന്നുള്ള അർത്ഥത്തിലാണ്. അതിപ്പോ ഹദീസിലുണ്ടല്ലോ, നിങ്ങളെ ഇമാമ് മുന്തിരി എന്താണ് ഉണക്ക മുന്തിരി മുഖറുള്ള ഒരു നീഗ്രോ അടിമയാണെങ്കിൽ എന്നതുപോലെ ഒരു ഉപമയായിട്ട് പറഞ്ഞു കൂട്ടിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ കൊണ്ടുവരാം. പക്ഷെ അയാള് എന്തെങ്കിലും നാലാൾ അറിയുന്ന ആളാണെങ്കിൽ നല്ലത്, അല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അത് ജസ്റ്റ് നിങ്ങൾ 5 ലക്ഷം കൊടുക്കണോ വേണ്ടെന്നുള്ള തീരുമാനത്തിന് മാത്രമാണ്. നിങ്ങൾ പറയുന്ന ആശയങ്ങൾ നമ്മൾ പറയുന്ന ആശയങ്ങളും പൊതുജനങ്ങളാണ് വിലയിരുത്തുക, കേൾവിക്കാരാണ് വിലയിരുത്തുക. അതാണ് എന്റെ നിബന്ധന. അപ്പൊ അത് പിന്നെ ഈ 5 ലക്ഷത്തിന്റെ കേസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ പിന്നെ ആ ഒരു കാര്യം പരിഗണിക്കാം. എന്നെ സംബന്ധിച്ച് 5 ലക്ഷം കിട്ടിയോ എന്നുള്ളതല്ല, നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്നുള്ളതാണ്. അപ്പോ അത് പ്രധാനമാണ്. അപ്പൊ അതുവേണ്ടി അങ്ങനെ ചെയ്യാം. പിന്നെ ഈ പറയുന്ന പരിപാടി പൂർണ്ണമായിട്ട് നമ്മൾ കവർ ചെയ്യും. അത് ലൈവായിട്ട് തന്നെ ആളുകളെ കാണിക്കാനുള്ള സൗകര്യം ഞങ്ങൾക്ക് അവിടെ ഉണ്ടാവണം. ഈ 2 കാര്യങ്ങളുള്ളൂ. ബാക്കി നിങ്ങൾ സമയം പിന്നെ സ്ഥലങ്ങൾ ഓൾറെഡി മീൻസ് തീയതി നമ്മൾ കണ്ടു. മലപ്പുറം എന്ന് ഞാൻ പറഞ്ഞു. അപ്പോ അത് പബ്ലിക്കിന് ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലം ആയിരിക്കണം. പിന്നെ സുരക്ഷയ്ക്ക് വേണ്ട കാര്യങ്ങൾ ഒരുക്കണം. ഈ വൈകാരിക ജീവികൾ ഇളകി വരരുത്. അത് പ്രത്യേകം അത് നിങ്ങൾ കവർ ചെയ്യാം. അല്ല, അത് നമ്മൾ കവർ ചെയ്യാൻ കഴിയില്ല. അത് അല്ല, പരിപാടി സംഘടിപ്പിക്കുന്ന ആളുകളാണ്. അല്ല, പരിപാടി സംഘടിപ്പിക്കുന്ന ആളുകള് അത് പോലീസിനെ അറിയിച്ച് ഇങ്ങനെ പരിപാടി നടക്കാൻ പോകണ്ടെന്ന് അറിയിക്കണം എന്ന് പറയാം. അതെന്താ വേണ്ടി വെച്ചാൽ ലീഗലായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാം. നമ്മളവിടെ വരുന്നത് നിങ്ങൾ അതിഥിയായിട്ടാണ്. വേണ്ട, നമ്മൾ അങ്ങോട്ട് വന്നോളാം, റിസ്ക് എടുക്കണ്ട. അങ്ങനെ വരല്ലോ. നിങ്ങൾ എറണാകുളത്തേക്ക് വരേണ്ടി വരും. എറണാകുളത്തേക്കാണ് എറണാകുളത്തേക്ക്. ഇനിയിപ്പോ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾ നാട്ടിൽ എവിടെ? എന്റെ നാട്ടിൽ എന്താ സംവിധാനം? അവിടെ ആളുകൾക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും. ഒന്ന് മലപ്പുറം തിരൂരൊക്കെ ആണെങ്കിൽ എനിക്ക് ഇവിടുന്ന് ട്രെയിൻ കയറിയാൽ മതി. കോഴിക്കോടാണെങ്കിലും കുഴപ്പമില്ല. ഞാൻ എനിക്ക് ആ വിഷയത്തിന് എനിക്ക് വലിയ പ്രത്യേകിച്ച് ബുദ്ധിമുട്ട് തോന്നില്ല. കാരണം 2 മണിക്കൂർ 3 മണിക്കൂർ വണ്ടി ഓടിച്ചാൽ മതി. അല്ലെങ്കിൽ ട്രെയിനിൽ വരെ എന്തെങ്കിലും ചെയ്യല്ലോ. അതെ അതെ അതെ, അത് ആ രീതിയിൽ തന്നെ ചെയ്തോട്ടെ. ആ രീതിയിൽ തന്നെ ചെയ്തോളൂ, എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എറണാകുളം എന്നുള്ള എനിക്ക് അഭിപ്രായക്കാട് എനിക്ക് തോന്നുന്നില്ല. എറണാകുളത്ത് ഞാനൊരു ചെറിയൊരു സ്പേസ് ബുക്ക് ചെയ്യാം. അപ്പൊ അത് ചെയ്യാം. പക്ഷെ നിങ്ങൾ സമ്മാനത്തുക നിങ്ങൾ ഏതെങ്കിലും ഒരു ഫോർമാറ്റില് ആളുകളുടെ മുമ്പിൽ വെക്കണം. ഓക്കെ. അതിനും പ്രയാസമല്ല, അതിന് ബുദ്ധിമുട്ട് തോന്നുന്നില്ല. ആയിക്കോട്ടെ. ഇനി ഫിനിഷിംഗ് പോയിന്റ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കണം, അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. ഓക്കെ. മനുഷ്യാവകാശമായിട്ട് ബന്ധപ്പെട്ട വിഷയം നമ്മൾ ചർച്ച ചെയ്ത് പോകുമ്പം സ്വാഭാവികമായിട്ടും ഒരു ലക്ഷ്യത്തിന്റെ മുകളിൽ ചെലവഴിക്കുന്ന ഒരുപാട് സമ്പത്തും അധ്വാനങ്ങളും നമ്മളെ മുമ്പിൽ നിലനിൽക്കും. കാണിച്ചു തരാം. അതായത് ഒരാൾ ഗൾഫ് കൺട്രിയിൽ പോയി ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ, 5 സ്റ്റാർ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് സപ്ലയർ വന്നിട്ട് ആ ജ്യൂസിന്റെ ഷെയ്ക്കുണ്ട് മറ്റുണ്ട് മറിച്ചുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഒരു സെക്കൻഡ്
ലൈമ് തന്നാളി എന്ന് പറഞ്ഞിട്ട് അയാൾ അഡ്ജസ്റ്റ് ചെയ്യാണ്. എന്തുകൊണ്ട് കുടുംബം നാടും മറ്റുള്ള കാര്യങ്ങളും ഇവിടെ വീട്ടിൽ നല്ല ഭദ്രതയിൽ പോകണം എന്നുള്ളവർക്ക് അയാളെ ത്യാഗം ചെയ്യാണ്. ഇതേപോലെ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്യത്തിന്റെ മുകളിൽ ഇവിടെ ചെലവഴിക്കണതിനും അധ്വാനിക്കുന്നതിന്റെ മുകളിൽ ലക്ഷ്യം കിടക്കുന്നുണ്ടാവും. അപ്പം അതിനും തമ്മിൽ കൂട്ടിയടിക്കുമ്പോൾ അവിടെ ചെറിയ പ്രയാസം വരും. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായി കാണുന്നില്ല എന്നെ ഉദ്ദേശിക്കുന്നത്. നീ വേണമെങ്കിൽ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞുതരാം. അതായത് മനസ്സിലായി ഇബ്രാഹിം നബി ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലല്ല ഒരു മിനിറ്റ്, ഒരാള് അയാളുടെ സമ്പത്ത് എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളതൊന്നും അല്ല മനുഷ്യാവകാശത്തിൽ വരിക. അത് മനുഷ്യാവകാശമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹത്തിൽ ചെലവഴിക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ കണ്ണടച്ചുകൊണ്ട് ഇന്ന സ്ഥലത്തും ചെലവഴിക്കാൻ അസ്ഥാനത്തായി പോയി നിങ്ങൾക്ക് ചിത്രീകരിക്കാൻ കഴിയും. ഇതൊന്നും ഒരു മനുഷ്യന്റെ മനുഷ്യാവകാശമായിട്ട് ബന്ധപ്പെട്ട കാര്യല്ലേ? അതൊക്കെ നമുക്ക് ആ രീതിയിൽ തന്നെ മനസ്സിലാവും, ചർച്ചയും ചെയ്തൂടെ? അപ്പോൾ നിങ്ങൾക്ക് പാളാത്ത രീതിയിൽ കാര്യം എളുപ്പം പൂർത്തിയാക്കാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതി ഞങ്ങളെ മുൻപിൽ നിരത്തിയിരുന്നു എന്നുള്ളത് മാത്രമല്ല ഞാൻ പറഞ്ഞേ. അതായത് ഒരു കുടുംബ ജീവിതം ഒന്നില്ലെങ്കിൽ ഞാനത് വേറെ വിഷയമാണ്. വേണ്ടെന്നാ ആദ്യം നമുക്ക് ആരാണ് ആളെന്നും പിന്നെ ഡേറ്റും സ്ഥലവും തീരുമാനിക്കുക. അത് കഴിയുമ്പോ അത് പൂർണ്ണമായിട്ട് തീരുമാനമാകുമ്പോ ഏത് സബ്ജക്റ്റ് ആണ് ഞാൻ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് പറഞ്ഞു. ആളെ കാര്യത്തില് ഞാനും ഇവിടെ നിന്ന് എൻക്വയറി ആയിട്ട് നിങ്ങളും തന്നെ എൻക്വയറി ചെയ്യുക. ആളെ ഞാൻ വിട്ടു ആളെ നിങ്ങൾ എടുത്തോളൂ. കാരണം നിങ്ങൾക്ക് അയാളോട് എന്തോ ചോദ്യമൊക്കെ ചോദിച്ച് തെரியപ്പെടുത്താനുള്ളതല്ലേ. അത് നിങ്ങൾ തന്നെ ചോദിച്ചാളി, കുഴപ്പമില്ല. ആയിക്കോട്ടെ. ഇനി ഏതെങ്കിലും അറിയപ്പെടുന്ന മൂല്യരായാലും കുഴപ്പമില്ല. ആളുകളുടെ മുമ്പിൽ അക്കൗണ്ടബിൾ ആയിരിക്കണം. അല്ല ഞാൻ പറഞ്ഞത്രേ, ആളുകളുടെ മുമ്പിൽ അക്കൗണ്ടബിൾ ആയിരിക്കണം. പൊതുജനത്തിന് അറിയുന്ന ഒരാളായിരിക്കണം. അയാൾ പറയുന്നതിന്റെ അക്കൗണ്ടബിലിറ്റി അയാൾക്ക് ഉണ്ടാവണം. അത്രേ ഉള്ളൂ. അതിന്റെ റീസൺ അയാൾ പറയണം. ഇന്ന റീസൺ ഞാൻ മാക്സിമം ട്രൈ ചെയ്ത് നോക്കാം. അല്ലെങ്കിൽ വിളിക്കാം, വിവരം പറയാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എന്നാ ആയിക്കോട്ടെ, ശരി. ഓക്കെ.